ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കുറുക്ക് കാളനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കാളൻ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ ചേന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ രീതിക്ക് തന്നെ വാഴയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് അളവിന് വാഴയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ വാഴയ്ക്കയും ചേനയൊക്കെ ഒന്ന് വെന്ത് വരാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വാഴയ്ക്കയും ചേനയൊക്കെ വെന്ത് വരാനായിട്ട് ഒരു 15-20 മിനിറ്റോളം എടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1.5 കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും 10-15 കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വാഴയ്ക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചേനയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറുകി വരുന്നവരേക്കും നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. 1 കപ്പ് അളവിൽ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടകളൊക്കെ ഒന്ന് മാറ്റി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിനി കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.